നോളജ് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും ആദ്യമേ ഹൃദയം നിറഞ്ഞ വിഷു ആശംസകൾ നേരുകയാണ്. എല്ലാവർക്കും ഹാപ്പി വിഷു. അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്കകത്ത് ഈ ആഴ്ചയിൽ ഏറ്റവും പ്രധാനപ്പെട്ട PSC വാർത്തകളെയും അതുപോലെ തന്നെ അപ്ഡേറ്റുകളെയും കുറിച്ചാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിന് മുന്നേ ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട്. 12-ാം തീയതി നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റ് അവസാനിച്ച കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ ആ കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഫേസ് ചെയ്ത പ്രശ്നങ്ങളെക്കുറിച്ചും അല്ലെങ്കിൽ നമ്മൾ കടന്നു വന്ന സ്ട്രഗിളിനെ കുറിച്ചും ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അതില് ഈ പറയുന്ന 10,000-ഓളം ആൾക്കാരും അവരുടെ കുടുംബവും തെരുവിലായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. നടുത്തെരുവിലായിരുന്നു, നടു റോഡിലായിരുന്നു. അതിനെതിരെ പറഞ്ഞുകൊണ്ട് എന്ന് പറഞ്ഞാൽ കാര്യം പറഞ്ഞ എന്നെ അപമാനിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഞാൻ പാർട്ടി വിരുദ്ധനാണ്, എനിക്ക് വേറെ പാർട്ടിയുടെ അജണ്ട ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട് സത്യാവസ്ഥ പറയുന്ന ആൾക്കാരെ എല്ലാം കരിവാരി തേക്കാനുള്ള ഒരു കൂട്ടം ആൾക്കാരുടെ ശ്രമം ഓൾറെഡി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്ത് മാത്രം കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇന്നല്ലെങ്കിൽ നാളെ ഞാനോ നിങ്ങളോ അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബമോ ഈ ഒരു കാര്യം ഉറപ്പായും ഫേസ് ചെയ്യും. അന്ന് നിങ്ങൾ ഈ പറഞ്ഞ ന്യായീകരണവും കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം, അന്നും ജീവിക്കേണ്ടി വരും. ഓക്കെ, നിങ്ങൾ എന്നെ പറയുന്നതിലൊന്നും എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. എന്നെ നിങ്ങൾ പാർട്ടി വിരുദ്ധനാക്കിക്കൊണ്ടോ അല്ലെങ്കിൽ എനിക്ക് വേറെ പാർട്ടിയുടെ അജണ്ട ഉണ്ടെന്നോ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞു. ഞാൻ പണ്ടും പറഞ്ഞ ഒരു കാര്യമുണ്ട്, അത് തന്നെയാണ് ഇന്നും പറയുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ സംസാരിക്കത്തുള്ളൂ. നല്ലത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലതെന്ന് തന്നെ പറയണം. മോശമാണെന്നുണ്ടെങ്കിൽ കണ്ണു അടച്ച് മുഖം നോക്കാതെ മോശമെന്ന് പറയാൻ തന്നെയാണ് ഞാൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ അതേ കാര്യം തന്നെ ഇന്നും നാളെയും എന്നായാലും ഞാൻ അതേ ചെയ്യത്തുള്ളൂ. നിങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു സൈഡിൽ നിന്ന് പറയുക. എനിക്ക് ചെയ്യാനുള്ളത് ഞാൻ മറു സൈഡിൽ നിന്ന് ഞാൻ ചെയ്തോളാം. ഓക്കെ, അപ്പോൾ ഇത് പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല. ഇത്രയും പേര് ഈ പറയുന്ന 61 ദിവസം ഈ റോഡിൽ നിന്ന് വെയിലും മഴയും ഒക്കെ കൊണ്ട് പുല്ലും നിന്ന് മണ്ണും വാരി തിന്നിട്ടും കുറച്ച് മനുഷ്യത്വമെങ്കിലും ഉള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കമന്റുകളും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ പറയത്തില്ലായിരുന്നു. ഓക്കെ, അപ്പൊ അതൊക്കെ വിടാം നമുക്ക്. അപ്പൊ എന്തായാലും അത് കഴിഞ്ഞു അല്ലെ, ആ ഒരു അധ്യായം അവസാനിച്ചു. 12-ാം തീയതി ഈ പറയുന്ന 10,000-ഓളം ആൾക്കാരെ തെരുവിലാക്കിക്കൊണ്ട് ഈ പറയുന്ന ഒരു കാര്യം എന്ത് ചെയ്തിട്ടുണ്ട്, അവസാനിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് എന്ത് ചെയ്യാം, ഈ ആഴ്ചയിലെ ബാക്കിയുള്ള PSC വാർത്തകളെയും അപ്ഡേറ്റുകളെയും കുറിച്ച് നമുക്ക് സംസാരിക്കാം. അപ്പോൾ ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ റിസർവ് ഡിപ്പോ വാച്ചറിന്റെ 12 ജില്ലകളിലേക്കുള്ള റാങ്ക് ലിസ്റ്റ് ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ അവസാന നിമിഷം 219 ഒഴിവുകൾ കൂടി CPO റാങ്ക് ലിസ്റ്റ് അവസാനിച്ചു. എനിക്ക് ഇതിനെക്കുറിച്ച് യാതൊരു കാര്യം എനിക്ക് നിങ്ങളുടെ അടുത്ത് സംസാരിക്കാനില്ല. കാര്യം എനിക്ക് പറയാനുള്ള എല്ലാ കാര്യവും ഞാൻ അക്കം വിട്ടുകൊണ്ട് നിങ്ങളുടെ ഞാൻ പറഞ്ഞ കാര്യമാണ്. ഇനി ഇതിനപ്പുറം ഈ പറയുന്ന റാങ്ക് ലിസ്റ്റിനെ കുറിച്ച് എനിക്ക് സംസാരിക്കാനില്ല. കാര്യം ഇത്രയും പേര് ഈ പറയുന്ന 10,000-ഓളം വരുന്ന ആൾക്കാർ ആ തിരുവനന്തപുരം നഗരത്തിന്റെ ഹൃദയഭാഗത്ത് നിന്ന് ഇത്രയും കാര്യങ്ങൾ കാണിച്ചിട്ടും കാണാത്തവര് ഞാൻ ഈ പറയുന്ന ഒരു വീഡിയോ കൊണ്ടിട്ടൊന്നും നിങ്ങളൊന്നും നന്നാവാനായിട്ട് പോകുന്നില്ല. ചെയ്തോ, ഇഷ്ടമുള്ള പോലെ ചെയ്തോ. ഓക്കെ, അടുത്ത് പറയുന്നത് ഖാദി ബോർഡിന്റെ LDCയുടെ അർഹതാ ലിസ്റ്റിലേക്ക് 37,205 പേരുണ്ട് എന്നുള്ള കാര്യം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ICDS സൂപ്പർവൈസറിലേക്ക് 57 പേർക്ക് കൂടി നിയമനം വരുന്നുണ്ട്. സെറ്റ് പരീക്ഷ ജൂലൈ 28-നാണ്. 25 വരെ നിങ്ങൾക്ക് അപേക്ഷിക്കാം. നേരത്തെ 15-ാം തീയതി വരെ ആയിരുന്നു, അത് എക്സ്റ്റെൻഡ് ചെയ്ത് 25 ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ കമ്പനി ബോർഡ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് അനങ്ങുന്നില്ല, നിയമന ശുപാർശ നീളുന്നു. വലിച്ചു നീട്ടുക, എല്ലാ കാര്യവും ഇതേപോലെ തന്നെ വലിച്ചു നീട്ടി ഈ റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് ഒരു കാരണവശാലും നിങ്ങൾ ജോലി എടുക്കരുത്. അവസാനം എല്ലാവരും എന്ത് ചെയ്യുക, തെരുവിലോട്ട് ഇറക്കി വിടുക കേട്ടോ. അടുത്ത് പറയുന്നത് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ റാങ്ക് ലിസ്റ്റ് വന്നിട്ട് 1 വർഷം, നിയമന ശുപാർശ 11% മാത്രം. എന്തുവാടേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ആണ്, ഡിഗ്രി ലെവൽ എക്സാമിനേഷൻ ആണ്. മന്ദബുദ്ധികളല്ല പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുള്ളത്. അടുത്ത് ദേവസ്വം ക്ലർക്ക് കം ക്യാഷ്യറിന്റെ ലിസ്റ്റുകൾ ആയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ എക്സാമിനേഷൻ വരാനായിട്ട് പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഓഫീസ് അറ്റൻഡന്റ് വരുന്നുണ്ട്, അതുപോലെ തന്നെ ക്ലർക്ക് വരുന്നുണ്ട്. ഓഫീസ് അറ്റൻഡന്റ് ആണെന്നുണ്ടെങ്കിൽ ഡിഗ്രി ഉണ്ടാകാനായിട്ട് പാടില്ല. 7ാം ക്ലാസ് ആണ് അതിന്റെ ക്വാളിഫിക്കേഷൻ. ക്ലർക്ക് ആണെന്നുണ്ടെങ്കിൽ ബാങ്കിങ് മേഖലയായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡിഗ്രിയും കാര്യങ്ങളൊക്കെ വേണം. അത് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചെയ്തതാണ്, അതിന്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 479 ഒഴിവുകൾ കൂടി വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഈ ഒഴിവുകളുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അടുത്ത് നിങ്ങൾ നേരത്തെ കണ്ടതാണ്, നമ്മുടെ ഖാദി ബോർഡ് ക്ലർക്കിന്റെ മുഖ്യ പരീക്ഷ 37,205 പേർക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഈ പറയുന്ന നിയമന ശുപാർശ അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റിനകത്ത് വന്നിട്ടുണ്ട്. പരീക്ഷ, നമ്മുടെ മെയിൻസ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നത് ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണ് പരീക്ഷ നടക്കാനായിട്ട് പോകുന്നതെന്ന് പറയുന്നുണ്ട്. ഇതിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 80 മാർക്കായിരുന്നു. 80.39 മാർക്കായിരുന്നു ഈ പറയുന്ന ഖാദി ബോർഡിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമേ ഉള്ളൂ, 80 മാർക്ക് കട്ട് ഓഫ് വന്നിട്ടും അതിനകത്ത് 37,000 പേര് വന്നിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പോൾ എക്സാമിനേഷന്റെ കോമ്പറ്റീഷൻ ഏതുവരെ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക.
അതുപോലെ തന്നെ കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറിലേക്ക് അത് എത്ര പേര് അപേക്ഷ കൊടുത്തിട്ടുണ്ടെന്നൊരു ഒരുപാട് കമന്റുകൾ ഞാൻ കണ്ടതാണ്. അതുകൊണ്ടാണ് ഈ ഒരു വാർത്തയോട് ഉൾപ്പെടുത്തിയത്. നിലവിൽ നമ്മുടെ ഈ പറയുന്ന കേരള ബാങ്കിന്റെ അസിസ്റ്റന്റ് മാനേജറിലേക്ക് അപേക്ഷ വന്നിട്ടുള്ളത് 1,75,317 പേരാണ് നിലവിലത്തേക്ക് ഈ പറയുന്ന തസ്തികയിലേക്ക് അപേക്ഷകൾ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ ബിരുദതല ഉദ്യോഗാർത്ഥികൾക്കുള്ള പൊതു പ്രാഥമിക പരീക്ഷയിൽ ഈ തസ്തികയും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മുടെ ഡിഗ്രി പ്രിലിംസിന്റെ പരീക്ഷയിൽ ഈ ഒരു തസ്തികയുടെ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഈ ആഴ്ച നടത്തിയിട്ടുള്ള PSCയുടെ അപ്ഡേറ്റുകൾ, HST ഹൈസ്കൂൾ ടീച്ചർ സോഷ്യൽ സയൻസ്, അതുപോലെ തന്നെ സ്റ്റാഫ് നേഴ്സ്, അതുപോലെ തന്നെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ മലപ്പുറം, ഇതിന്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. PSC ഈ ആഴ്ച നടത്തിയ പരീക്ഷകളെയും ഇന്റർവ്യൂകളെയും കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഈ ആഴ്ചത്തെ PSC വാർത്തകളെയും അപ്ഡേറ്റുകളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് പറയാനുള്ളത്. അപ്പൊ എന്തായാലും ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും ഒരിക്കൽ കൂടി ആവർത്തിക്കുകയാണ്. എനിക്ക് ശരിയെന്ന് തോന്നുന്നേ ഞാൻ സംസാരിക്കത്തുള്ളൂ. അപ്പോൾ ഒരിക്കലും ആരെയും, ഒരു പാർട്ടിയെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയെയോ ഫേവർ ചെയ്തിട്ട് ഞാൻ ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. ഓക്കെ, നമ്മുടെ ചാനൽ തുടങ്ങി ഏകദേശം 2-3 വർഷമായിട്ടുണ്ട്. ഏകദേശം 1500 കൂടുതൽ വീഡിയോസ് ഞാൻ ഇട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എന്റെ വീഡിയോസ് കാണുന്ന, എന്റെ ചാനൽ ഫോളോ ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് അറിയാവുന്ന കാര്യമാണ്. എനിക്ക് സത്യമെന്ന് തോന്നുന്നത്, എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ സംസാരിക്കുകയുള്ളൂ. ഇനി ഞാൻ അങ്ങനെ സംസാരിക്കത്തുള്ളൂ. ആരെയും പേടിച്ചുകൊണ്ടും ആരെയും സൈഡാക്കിക്കൊണ്ട് ഞാൻ ഒരിക്കലും ഇതുവരെ സംസാരിച്ചിട്ടില്ല. ഇനിയും അതൊക്കെ തന്നെ എന്നിൽ നിന്ന് പ്രതീക്ഷ മതി. അപ്പോൾ താല്പര്യമുള്ളവർക്ക് മാത്രം അത് ഫോളോ ചെയ്യുക, ഇല്ലാത്തുള്ളവർക്ക് എന്ത് ചെയ്യാം, കാണണ്ട. ഓക്കെ, ആ ഒരു കാര്യം ഞാൻ പറയുന്നുള്ളൂ. ഓക്കെ, എന്തായാലും എന്റെ മനസ്സിന് ശരിയെന്ന് തോന്നുന്നതേ ഞാൻ സംസാരിക്കത്തുള്ളൂ. നിങ്ങൾക്ക് അതിനെ നെഗറ്റീവായിട്ട് കാണണമെങ്കിൽ നെഗറ്റീവായിട്ട് കാണാം, പോസിറ്റീവ് ആണെങ്കിൽ പോസിറ്റീവായിട്ട് കാണാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഈ ഒരു ഇൻഫോർമേഷൻ അല്ലെങ്കിൽ ഈ പറയുന്ന അപ്ഡേറ്റുകൾ തീർച്ചയായിട്ടും നിങ്ങൾ ബാക്കിയുള്ള കൂട്ടുകാരിലേക്ക് കൂടി എത്തിച്ചു കൊടുക്കുക. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടമായില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, ഒരു കുഴപ്പമില്ല. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റുകളായിട്ട് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതിലേക്ക് എല്ലാവർക്കും ബൈ ബൈ, ടേക്ക് കെയർ.